5-ാം സങ്കീർത്തനം 3-ാം വാക്യം. യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ഉണർന്നാലുടൻ നാം പതിവായി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാകും. ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് അവയിൽ വ്യത്യാസങ്ങളുണ്ടാകാം. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഭൂരിഭാഗം പേരും ഒരു നിമിഷമെങ്കിലും പ്രാർത്ഥിക്കും. പുതിയൊരു ദിവസം മനോഹരമാകാൻ, അല്ലെങ്കിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ടാകും ദിനം ആരംഭിക്കുന്നത്. എന്നാൽ ദൈവഹിതം അറിയുന്ന വ്യക്തികളെ സംബന്ധിച്ച് ദിവസാരംഭത്തിലെ പ്രാർത്ഥന വളരെ പ്രാധാന്യമുള്ളതാണ്. അത് കേവലം ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. കഴിഞ്ഞ ദിവസങ്ങളിലെ ദൈവിക നന്മകൾക്ക് നന്ദി അർപ്പിക്കാനും പുതിയ ദൈവകൃപ പ്രാപിക്കാനും ദൈവത്തിൻ്റെ മഹത്വത്തെ ധ്യാനിക്കാനും കൂടെയുള്ള സമയമാണ്. ഈ സങ്കീർത്തന വാക്യം അത്തരത്തിൽ ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ്. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു എന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. അത് ജീവിതത്തെ ദൈവത്തിനായി വീണ്ടും സമർപ്പിക്കുന്നതിനെക്കുറിച്ചും ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാനും അതനുസരിച്ച് ജീവിക്കാനുള്ള തീരുമാനമെടുക്കുന്നതിനെക്കുറിച്ചും ജീവിതത്തിലെ കുറവുകൾ തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നതിനെക്കുറിച്ചും ഒക്കെയാണ്. ദൈവം എന്നെ സന്ദർശിക്കുമെന്ന പ്രതീക്ഷയോടെ അതിനുള്ള ഒരുക്കമെല്ലാം പൂർത്തിയാക്കി കാത്തിരിക്കുന്നതിനെക്കുറിച്ചാണ്. ഇങ്ങനെയൊരു ഒരുക്കം നമുക്ക് എല്ലാ ദിവസവും ഉണ്ടാകുന്നത് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാനും ജീവിതത്തിൽ ദൈവഹിതം നിറവേറാനും സഹായമായി തീരും. ഇவ்விധം ഒരുക്കത്തോടെ ആരംഭിക്കുന്ന ഓരോ ദിവസത്തെയും പ്രഭാതവേളയിലെ പ്രാർത്ഥന നമ്മിൽ കൂടുതൽ ധൈര്യം നിറയ്ക്കുകയും നാം ചെയ്യുന്ന ഓരോ കാര്യത്തിലും ദൈവത്തിൻ്റെ സഹായകരമുണ്ടെന്നുള്ള വിശ്വാസം ഉരുവാക്കുകയും ചെയ്യും. ദൈവം ഈ ദിനാരംഭത്തിൽ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങാം. എല്ലാ വഴികളിലും ദൈവത്തിൻ്റെ കാവലും കരുതലും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ.